എല്ലാവർക്കും നമസ്കാരം. സമാജത്തിൻ്റെ ഈ മാസത്തെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒബിച്വറിയിൽ തുടങ്ങാം. കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ബദ്ലാപൂർ അംബേശിവ് രാംദാസ് ആശ്രമത്തിലെ വിജയൻ, പിന്നെ സേതുമാധവൻ ചേട്ടൻ്റെ ഭാര്യയുടെ പിതാവ് ശിവശങ്കരൻ നമ്പ്യാർ, പിന്നെ ഏറഞ്ചാടിൽ താമസിച്ചിരുന്ന മറിയമ്മിണി ജോസഫ്, നമ്മുടെ ലൈഫ് മെമ്പറായിരുന്ന ശാന്ത നായർ, നമ്മുടെ സമാജം അംഗം ശ്രീ അജിമോൻ കുറുപ്പിൻ്റെ ഭാര്യയുടെ അമ്മ ശാരദ കുറുപ്പ്, പിന്നെ നമ്മൾ KKSൻ്റെ കൂഹു എന്ന നാടകത്തിലൂടെ ധനസമാഹരണം നടത്തി ചികിത്സാ ചെലവ് വഹിച്ച നാടക നടൻ RK കൈമളും ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു. അവരെയൊക്കെ അനുസ്മരിക്കുന്നു. ഇനി നമുക്ക് സമാജത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഖത്രബ് ഫാമിലി ഗെറ്റ് ടുഗദർ അതിനുശേഷം നടക്കുകയുണ്ടായി. നല്ല പങ്കാളിത്തം അതിലുണ്ടായിരുന്നു. 10-60 ആൾക്കാർ പങ്കെടുത്തു. അതിൽ വെച്ച് നമ്മൾ ഇനി അങ്ങോട്ട് ആ കുടുംബത്തെ നയിക്കാനുള്ള ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുത്തു. ഷെറിൻ, ഗോപകുമാർ, സുദീപ്തി, ദീപാലി എന്നിവരെയാണ് നമ്മൾ ഖത്ര ഫാമിലിയുടെ ക്യാപ്റ്റന്മാരായി തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഷിർഗാവ് കുടുംബസംഗമവും ഈ കഴിഞ്ഞ കാലയളവിൽ നടന്നു, ഏപ്രിൽ മാസം. അതിൽ പങ്കാളിത്തം കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരുന്നെങ്കിലും നല്ല ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രജത്ത്, ലിയോണ, വിപിൻ, നിമിഷ എന്നിവരാണ് ക്യാപ്റ്റന്മാരായി അവിടെ തിരഞ്ഞെടുത്തത്. ഈ കുടുംബസംഗമങ്ങളുടെയൊക്കെ പ്രത്യേകത ഞാൻ മുന്നിലത്തെ അപ്ഡേറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മുതൽ നമ്മുടെ യുവാക്കളാണ്, യൂത്ത് വിങ്ങിലെ കുട്ടികളാണ്. യൂത്ത് വിങ് ഔദ്യോഗികമായി നമ്മൾ രൂപീകരിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു യോഗം ആദ്യം കൂടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു കൂട്ടായ്മയാണ്. അതിലുള്ള ചെറുപ്പക്കാരാണ് ഈ കുടുംബസംഗമങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിനുശേഷം അവരുടെ തന്നെ നേതൃത്വത്തിൽ ഒരു മലയാളി ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അടങ്ങുന്ന ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചു. അവരിപ്പോൾ എല്ലാ ആഴ്ചയും എന്നുള്ള രീതിയിൽ തന്നെ ടർഫൊക്കെ ബുക്ക് ചെയ്ത് മത്സരങ്ങളല്ല, കളികളായിട്ട് തന്നെ എല്ലാ ആഴ്ചയും ക്രിക്കറ്റ് കളി കളിക്കാൻ ഇപ്പോൾ ആൾക്കാരൊക്കെ പോവാറുണ്ട്. യുവാവല്ലെങ്കിലും ഞാനടക്കം പങ്കെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ പാടാം നമുക്ക് പാടാം കൂട്ടായ്മ, സമാജത്തിൻ്റെ തന്നെ കീഴിലുള്ള പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് പാടാം നമുക്ക് പാടാം. അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ആശാ ഭോസ്ലെയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. അതിൽ 5-10 പേര് ആശാ ഭോസ്ലെ ആലപിച്ച വിവിധ ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി. പാടാം നമുക്ക് പാടാം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തന്നെ മാതൃദിനം ആഘോഷിക്കുകയുണ്ടായി. അപ്പോൾ മാതൃസ്നേഹം തുളുമ്പുന്ന കുറേ പാട്ടുകൾ പലരും അന്ന് ആലപിച്ചു. ഇനി സമാജം ഇമ്പാക്റ്റാണ്. സമാജ ഇമ്പാക്റ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ആശ്രമത്തിലെ വിജയൻ ചേട്ടൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബന്ധുക്കളായിട്ട് ആരുമില്ലായിരുന്നു. കർമ്മം ചെയ്യാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് വളണ്ടിയറായ നരേന്ദ്രൻ ചേട്ടൻ സ്വയം മുന്നോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്ന ഒരു മകൻ്റെ സ്ഥാനത്ത് എന്നുള്ളത് ശരിക്കും അഭിനന്ദനാർഹനീയമായ കാര്യം തന്നെയാണ്. നരേന്ദ്രൻ ചേട്ടനൊരു കോടി പ്രണാമം. അതുപോലെ നമ്മുടെ സമാജം അംഗം ഗീത ചേച്ചിയുടെ ഭർത്താവ് സുരേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിലേക്കായി നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ ഏകദേശം 10-64,000 രൂപ കളക്ട് ചെയ്യുകയുണ്ടായി. അതിൽ ആ കുടുംബം പ്രത്യേകം നന്ദി അറിയിച്ചു. അതുപോലെ ഏറഞ്ചാടിൽ താമസിച്ചിരുന്ന മറിയാമ്മണി മരിച്ചപ്പോൾ അവരുടെ ഡോക്ടർ വെരിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഡോക്ടറെ കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതിന് സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് വളണ്ടിയർമാരായ ജോൺസൺ സാമുവൽ ചേട്ടനും ഞാനും കുറച്ച് ഓടി നടന്നൊരു ഡോക്ടർമാരെയൊക്കെ സംഘടിപ്പിച്ചു. അതുപോലെ അവിടുന്ന് ബോഡി ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാൻ ജോൺസൺ ചേട്ടനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിൽ ആ കുടുംബം നമ്മളെ നന്ദി അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് മെമ്പറായിരുന്ന ശാന്ത ചേച്ചി മരിച്ചപ്പോഴും ആ കുടുംബത്തിന് സഹായത്തിനും കാര്യങ്ങൾ നിർദ്ദേശിക്കാനും
ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയും നമ്മുടെ സോഷ്യൽ ആക്ഷൻ ഫോഴ്സ് വളണ്ടിയർമാരായിരുന്നു കർമ്മങ്ങൾക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾക്കും നേതൃത്വം കൊടുത്തത്. പിന്നീട് പറയാനുള്ളത് നമ്മുടെ സ്ത്രീ ശക്തിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഇവിടെ ബദ്ലാപൂർ ഈസ്റ്റിലുള്ള സൺ ക്ലാരിറ്റ് ആശ്രമം സന്ദർശിക്കുകയുണ്ടായി. അവിടെ നല്ല സഹായം, അത് പലചരക്ക് സാധനങ്ങളായാലും തുണികളായാലും മറ്റു കാര്യങ്ങളിലൂടെയും അവർ ചെയ്തു. അതുകൂടാതെ കുറേ സമയം അവിടുത്തെ അന്തേവാസികളോടൊത്ത് ചെലവഴിച്ച് അവർക്കൊക്കെ ഇത്തിരി സന്തോഷം പകർന്നുകൊണ്ടാണ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും മടങ്ങിയത്. ഇനി സമാജത്തിൻ്റെ ഇപ്രാവശ്യത്തെ പുതിയ തീരുമാനങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ യൂത്ത് ഓൾറെഡി അവരൊരു കൂട്ടായ്മയായി മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അതിനൊരു ഘടന നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജൂൺ 28 ബദ്ലാപൂരിലുള്ള എല്ലാ മലയാളി യുവാക്കളെയും വിളിച്ചു ചേർത്ത് ഒരു യോഗം, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ഔദ്യോഗികമായ ഒരു യൂത്ത് വിങ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 28 വൈകുന്നേരം 5 മണിക്കാണ് അത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ യുവാക്കൾ എന്നുള്ള ഡെഫിനിഷൻ ഇപ്പം 40 50 എന്നറിയില്ല, യുവാക്കളാണെന്ന് സ്വയം നിങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുക. അതിൽ പങ്കെടുത്ത് നമുക്കതിന് യൂത്ത് വിങ്ങിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഔദ്യോഗികമായി ഒരു ഘടനയൊക്കെ കൊടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം. മാത്രമല്ല അതിൽ ചെയർമാനും കൺവീനറൊക്കെ ആയി വരുന്ന നേതാക്കൾ, യുവ നേതാക്കളെ സമാജത്തിൻ്റെ കമ്മിറ്റിയിലേക്ക് നമ്മൾ കോഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് സമാജത്തിൻ്റെ നിർവഹണങ്ങളിലടക്കം അവർ പങ്കാളികളായിരിക്കും. പിന്നെ നമ്മുടെ സ്ത്രീ ശക്തിയുടെ വാർഷിക പൊതുയോഗം ജൂൺ 7 ഉച്ചയ്ക്ക് 3 മണിക്ക് ജീന നിവാസിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ 2 വർഷത്തെ കമ്മിറ്റിയുടെ കാലാവധി പൂർത്തിയാകുന്ന ജനറൽ ബോഡിയാണ്. ഇനി അങ്ങോട്ട് സ്ത്രീ ശക്തിക്ക് സാരഥ്യം വഹിക്കാനുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ട ഒരു ജനറൽ ബോഡിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉള്ള എല്ലാ സ്ത്രീജനങ്ങളും ഈ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് സ്ത്രീ ശക്തി എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുക, കമ്മിറ്റിയിലേക്ക് വരിക. ഇത് കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുക. പിന്നെ പറയാനുള്ളത്, മുന്നേ എടുത്ത തീരുമാനം തന്നെയായിരുന്നു നമ്മുടെ സമാജത്തിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സൗജന്യമല്ല, വളരെ നിരക്ക് കുറച്ചുള്ള ഡിസ്കൗണ്ടിലുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ഈസ്റ്റിലും വെസ്റ്റിലും ഓരോ വെണ്ടർമാർ വളരെ നല്ല സഹായത്തിൽ തന്നെ ചെയ്തു തരാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ബുക്ക് ചെയ്യാനുള്ള ചാനൽ നമ്മൾ ആരുടെയെങ്കിലും നമ്പർ കൊടുത്ത് നമ്മൾ മുഖാന്തരം ആയിരിക്കണം ആ ബുക്കിംഗ് നടത്തേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായും സമാജത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും സൗകര്യത്തിനായി ഒരു ദിവസം പരമാവധി ഞായറാഴ്ച തന്നെ പറ്റുവാണെങ്കിൽ സമാജത്തിൻ്റെ ഓഫീസിൽ ഞങ്ങൾ ആരെങ്കിലും ഇരിക്കാം. നിങ്ങളിൽ സമാജത്തിൻ്റെ അംഗത്വം എടുക്കാൻ താല്പര്യമുള്ളവർ അന്നേരം അവിടെ വരിക, ഫോം പൂരിപ്പിച്ച് തന്ന് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 2 മെമ്പർഷിപ്പാണുള്ളത്, ഓർഡിനറി മെമ്പർഷിപ്പും ലൈഫ് മെമ്പർഷിപ്പും. ഓർഡിനറി മെമ്പർഷിപ്പ് 600 രൂപയാണ്, പിന്നെ ഒരു 25 രൂപ മെമ്പർഷിപ്പ് ഫീസും. അപ്പോൾ ആ 600 രൂപ എല്ലാ വർഷവും നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് 2000 രൂപയാണ്. അതിൻ്റെ കൂടെ ഒരു വെൽഫെയർ ഫണ്ട് ഉണ്ട് 200 രൂപ. അപ്പോൾ 2000 രൂപ വൺ ടൈമാണ്. ആ 200 രൂപ വെൽഫെയർ ഫണ്ട് എല്ലാ വർഷവും അടച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ 2 മെമ്പർഷിപ്പ് ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മൾ ആ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഏത് ദിവസമാണ് നമ്മൾ ഓഫീസിലിരിക്കുന്നതെന്ന് പിന്നീട് ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ സമാജത്തിൽ വന്ന് മെമ്പർഷിപ്പ് എടുക്കുക. അതുപോലെ ഹെൽത്ത് ചെക്കപ്പ് മാത്രമല്ല, നമ്മളിനി അങ്ങോട്ട് ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷം ഡോക്ടർ കൺസൾട്ടേഷനും സൗജന്യമായി നമ്മുടെ അംഗങ്ങൾക്കായുള്ള ഡോക്ടർ കൺസൾട്ടേഷനും വെക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതും മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അത് മാത്രമല്ല, പല ഔട്ട്ലെറ്റുകളിലും കടകളിലും നമ്മുടെ അംഗത്വമുള്ളവർക്ക് ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു നെഗോഷിയേഷനും നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സേവനം നമ്മൾ കൊടുക്കണം അല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇതൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സമാജത്തിൽ അംഗത്വം. അതുപോലെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ മാസം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.